الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. صدق الله. أيها الناس اتقوا الله. അല്ലാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. തഖ്വയാണ് വിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഖുർആനാണ് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഖുർആന്റെ അവതരണം. വിശുദ്ധ ഖുർആനിനെ അവലംബമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം സൂക്ഷ്മാലുക്കളായി ദൈവബോധത്തോടുകൂടി ജീവിക്കാം എന്ന പ്രതിജ്ഞയിലാണ് റമദാൻ മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം നാം ഉള്ളത്. ആ പ്രതിജ്ഞ പൂർണ്ണമായ അർത്ഥത്തിൽ പാലിക്കുവാനുള്ള തൗഫീഖ്, അതിനുള്ള കരുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ ഔദാര്യത്താൽ പുറത്തു തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാവർക്കും ഇടം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നോമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യത്തെ ജുമാ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മുന്നിൽ ഒരു പുസ്തകമുണ്ട്. അത് കാൾ സാഗൻ എന്നൊരു ശാസ്ത്ര എഴുത്തുകാരന്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് പെയിൽ ബ്ലൂ ഡോട്ട് എന്നാണ്. പെയിൽ ബ്ലൂ ഡോട്ട്, എ വിഷൻ ഓഫ് ദ ഹ്യൂമൻ ഫ്യൂച്ചർ ഇൻ സ്പേസ്. അത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. പക്ഷെ കാൾ സാഗന്റെ ശാസ്ത്ര പുസ്തകങ്ങളിൽ ജീവിതത്തെയും സംസ്കാരത്തെയും സംബന്ധിച്ചുള്ള ഒരുപാട് ആശയങ്ങളും പാഠങ്ങളും ഉണ്ടാകാറുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള ഒരു വിശകലനം റമദാനിൽ നമ്മൾ നേടിയെടുത്തു എന്ന്, അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായ വിശാലത, മനോവിശാലത, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി, അതിനുള്ള സന്നദ്ധത, ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആ പുസ്തകത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതിലുന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഈ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന പ്രയോഗം വോയേജർ 1 എന്ന സ്പേസ് ക്രാഫ്റ്റ് നെപ്റ്റ്യൂൺ ഗ്രഹത്തിന്റെ ഓർബിറ്റിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട്
സൗരയൂഥത്തിന്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയിൽ ഭൂമിയെ കാണിക്കുന്നത് ഒരു ഇളം നീല ബിന്ദുവായിട്ടാണ്, ഒരു മങ്ങിയ നീല ഡോട്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ അത്രയും ചെറിയ ഒരു സ്പേസാണ് യഥാർത്ഥത്തിൽ സൗരയൂഥത്തെ അപേക്ഷിച്ച് മനുഷ്യർക്കുള്ളത്. അതേസമയം നമ്മൾ നിലകൊള്ളുന്ന ഗാലക്സിയുടെ ഒരു ഫോട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സൗരയൂഥം പോലും കാഴ്ചയേക്കാളും വളരെ ചെറുതായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ വിശ്വത്തിന്റെ മുഴുവൻ ചിത്രം നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ നിലകൊള്ളുന്ന ഗാലക്സിക്ക് എത്രത്തോളം സ്ഥാനമുണ്ടാകും എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അപ്പോഴിങ്ങനെ ചിന്തിക്കുമ്പോൾ കാൾ സാഗൻ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ, അതിലൊന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഈ പറഞ്ഞത് തന്നെയാണ്. അതിന് കോസ്മിക് ഇൻസിഗ്നിഫിക്കൻസ് എന്ന് പറയാം. ഒരു മൊത്തം പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രസ്താവ്യമല്ലാത്ത ഒരവസ്ഥ. നമ്മൾ നിലകൊള്ളുന്ന ഭൂമിയുടെ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ സ്വത്വങ്ങളുടെ പേരിൽ അഭിമാനിക്കുന്നവരാണ്. അങ്ങനെയുള്ള അഭിമാനം തെറ്റല്ല. അതേസമയം അതിൽ അഭിരമിക്കുക എന്ന് പറയുന്നത് തെറ്റായി മാറും. ഏതൊരു സംഗതിയുടെയും മിതമായൊരു കാഴ്ചപ്പാടുണ്ട്. ഉമ്മത്തം വസത്വ എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്, ഒരുപാട് പഠിക്കേണ്ടതാണ്. അതിലേറ്റവും പ്രധാനം ഇത് തന്നെയാണ്. നമ്മളൊക്കെയും ഓരോരുത്തരും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വത്വ പാരമ്പര്യങ്ങളുടെ ഉടമകളാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷനിൽ പെടുന്നവരാണ്. അതിന്റെ പേരിലുള്ള അഭിമാനങ്ങളാവാം, പക്ഷെ ആ അഭിമാനത്തിലുള്ള അഭിരമണങ്ങൾ നമ്മളെ വഴിതെറ്റിക്കും. അതിൽ നിന്നാണ് ലോകത്ത് വംശീയതയും ദേശീയതയും അതുപോലുള്ള മാരകമായ കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനെ കൂടി സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അർത്ഥരാഹിത്യത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ കോസ്മിക് ഇൻസിഗ്നിഫിക്കൻസ് എന്ന ഒരു പ്രയോഗം. പ്രപഞ്ചത്തിന്റെ ഈ വിശാലതയിൽ ഭൂമിയുടെ സ്ഥാനം എന്താണ്? അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ നാട്. NS മാധവന്റെ മുംബൈ എന്ന കഥയിൽ പാങ് എന്ന സ്ഥലം ഭൂപടത്തിൽ കാണിച്ചു തരാൻ വേണ്ടി അസീസിനോട് ആവശ്യപ്പെടുന്നുണ്ട് മുംബൈയിലെ സപ്ലൈ ഓഫീസർ. പാങ്ങുകാരനാണ് അസീസ്, പക്ഷെ സപ്ലൈ ഓഫീസറുടെ ലക്ഷ്യം വേറൊന്നാണ്. ആ സപ്ലൈ ഓഫീസർ താനാണ് ഈ രാജ്യത്തിന്റെ പരമാധികാരി. അസീസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരാളാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അസീസ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, മാഡത്തോട് ഈ രാജ്യത്തിലെ പൌരയാണ് എന്ന് തെളിയിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നത്, ഞാൻ എന്റെ പേര് പറയും. അവരുടെ പേര് പ്രമീള ഗോഖലെ എന്നാണ്. പ്രമീള ഗോഖലെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, ചിത്പവൻ ബ്രാഹ്മണാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എന്റെ ഇന്ത്യൻ ഐഡന്റിറ്റി വേറെ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം മലപ്പുറത്തുകാരനായ അസീസിന്റെ കാര്യം അങ്ങനെയല്ല. അയാൾക്കത് സ്വയം തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇങ്ങനൊരു അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൽ ഇന്ന് വന്നു പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരർത്ഥത്തിൽ കുറെ കൂടി രാഷ്ട്രീയമായിട്ടാണ് NS മാധവൻ അത് പറയുന്നതെങ്കിൽ പോലും ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രമീള ഗോഖലെ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ അഭിമാനം കൊള്ളുന്ന, ഊറ്റം കൊള്ളുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? മൊത്തം ലോകത്തിന്റെ ഭൂപടം വെച്ച് പരിശോധിക്കുമ്പോൾ അത് എത്രമാത്രം ചെറുതായിരിക്കും. എന്നാൽ സൗരയൂഥത്തിന്റെ ചിത്രം വെച്ച് നോക്കുമ്പോൾ ഭൂമി തന്നെ എത്രത്തോളം ചെറുതാണ്, വെറും ഒരു ഇളം നീല ബിന്ദു. അപ്പൊ ഇതിന്റെ മേലെ കിടന്നിട്ടാണല്ലോ ദേശീയവും വംശീയവുമായിട്ടുള്ള ആശയങ്ങളുടെയും വികാരങ്ങളുടെയും പേരിൽ മനുഷ്യൻ കിടന്ന് കടിപിടി കൂടുന്നത്. ഇത്രയും ചെറിയൊരു സാധനം നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇത്രയും ചെറിയൊരു സാധനമാണ്, കണ്ണിൽ കൊള്ളാത്തൊരു സാധനം. അതിന്റെ മേലെ നമുക്ക് ജീവിച്ചേ മതിയാകൂ എന്ന് വരുമ്പോൾ എല്ലാവർക്കും അതിന്റെ മേലെ ജീവിച്ചേ മതിയാകൂ. അപ്പൊ സ്വാഭാവികമായിട്ടും സമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരോടുമുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു പാഠം അല്ലാഹു അവന്റെ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, അവന്റെ സൃഷ്ടിജാലത്തെ സംബന്ധിച്ച് അടിക്കടി ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അഹങ്കാരത്തോടുകൂടി നടന്ന് ലോകത്തെ പിളർക്കാനൊന്നും സാധിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ സ്വത്വത്തിലും നിങ്ങളുടെ പാരമ്പര്യത്തിലും അഭിരമിച്ച് നിങ്ങളുടെ വംശീയതയിൽ നിലകൊണ്ടിട്ട് ഈ ലോകത്ത് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല, തകർക്കാനേ പറ്റുള്ളൂ. അതിനപ്പുറം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദീ ഖലഖ സബ്അ സമാവാത്തിൻ തിബാഖ. അള്ളാഹു പ്രപഞ്ചത്തെ
സപ്തമാനങ്ങളായിട്ട് 7 തട്ടുകളായിട്ട് സംവിധാനിച്ചു എന്നാണ്. 7 തട്ടുകളായി. 7 തട്ടുകളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. അതിന്റെ സയൻസൊന്നും തേടിപ്പോകേണ്ട കാര്യമില്ല. എന്തായാലും ഒട്ടേറെ തട്ടുകളായിക്കൊണ്ട് അല്ലെങ്കിൽ പല ഘടകങ്ങളായിക്കൊണ്ട് പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചു. മാതറാഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു വൈകല്യം, എന്തെങ്കിലും ഒരു പോരായ്മ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഫർജിഅൽ ബസർ ഹൽ തറാ മിൻ ഫുതൂർ. നീ സൂക്ഷിച്ചു നോക്കിക്കോളൂ, എന്തെങ്കിലും ഒരു പഴുത് കണ്ടെത്താൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? സുമ്മർജിഅൽ ബസറ കറത്തൈൻ. നീ വീണ്ടും 2 വട്ടം നിന്റെ കണ്ണുകൾ അയച്ചു നോക്കുക. 2 പ്രാവശ്യം എന്നുള്ളതും എണ്ണമല്ല. നമ്മൾ ഈ എണ്ണം പോലുള്ള വിശദാംശങ്ങളിൽ ഒരു കാരണവശാലും തങ്ങി നിന്നു പോകരുത്. അത്തരം പ്രവണതകൾ നമ്മൾ കാണിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോഴും ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുമ്പോൾ അവർ ഇത്ര പേരുണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്, എന്നാൽ ഇത്ര പേരുണ്ടായിരുന്നു എന്ന് വേറെ ചിലർ പറയുന്നുണ്ട്, എന്നാൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ഖുർആൻ പറയുന്നുമില്ല. കാരണം അതല്ല പ്രസക്തം. നിങ്ങൾ അതുമ്മൽ വെറുതെ കുടുങ്ങി അതിന്റെ മേലെ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത്ര വർഷം അവർ കിടന്നു, അതല്ലല്ലോ വിഷയം. എത്ര വർഷം കിടന്നു എന്നതല്ല വിഷയം. അവരെന്തിനു വേണ്ടി നിലകൊണ്ടു? അവർക്ക് പടച്ചതമ്പുരാൻ നൽകിയ സമാധാനം എന്താണ്? ആ ഉറക്കം എന്ന് പറയുന്നത് പടച്ചതമ്പുരാൻ അവർക്ക് നൽകിയിട്ടുള്ള സമാധാനമാണ്. ആ സമാധാനം അവർക്ക് എങ്ങനെ ലഭിച്ചു, അവരുടെ പ്രവർത്തനം എന്തായിരുന്നു, ജീവിതം എന്തായിരുന്നു എന്ന് പഠിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇതുപോലെ എണ്ണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമല്ല. എന്തായാലും കറത്തൈൻ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. അങ്ങനെ നീ വീണ്ടും വീണ്ടും നിന്റെ കണ്ണുകൾ അയച്ചു നോക്കുക. അവസാനം യങ്കലിബു ഇലൈക്കൽ ബസർ, നിന്റെ കണ്ണുകൾ നിന്നിലേക്ക് തിരിച്ചു വരും. ഹാസിയം വഹുവ ഹസീർ, ക്ഷീണിച്ച് ആകപ്പാടെ വല്ലാതായിട്ട്. നിന്റെ കണ്ണുകൾ നിന്നിലേക്ക് വരിക എന്നുള്ളതല്ലാതെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങോട്ട് നോക്കി തീർക്കാൻ പോലും സാധിക്കുകയില്ല. അതിലെന്തെങ്കിലും ഒരു പഴുത് കണ്ടെത്താനും സാധിക്കില്ല എന്നുള്ളതാണ്. അത്രമേൽ ഭദ്രമായിട്ടുള്ള ഒരു പ്രപഞ്ചം അള്ളാഹു സംവിധാനിച്ചിട്ട് അതിങ്ങലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് എന്ന് കവി പറയുന്നത് പോലെ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് പറയുന്നത് പോലെ അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊന്നുകൂടി മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതാണ്, ഈ സ്ഥലം ചെറുതാകുമ്പോൾ മനുഷ്യന്റെ മനസ്സ് വലുതാകും എന്ന ഒരു അനുഭവമുണ്ട്. അതൊരു അനുഭവമാണ്. ഇവിടെ നോക്കൂ, ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? അതിർത്തി തർക്കങ്ങൾ കുറച്ചങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വരക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട്. അതിനുവേണ്ടി എത്ര കോടതി വ്യവഹാരങ്ങൾ, എത്ര പണം ചെലവഴിക്കുന്നറിയും ഒരു ചെറിയൊരു കഷ്ണം മണ്ണിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ പിടിച്ചെടുക്കേണ്ടതില്ല എന്നൊന്നുമല്ല ഈ പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ആരാധനാലയങ്ങൾ, പള്ളിയിലെടുത്ത് തന്നെ ക്ഷേത്രം വേണം, ക്ഷേത്രങ്ങളിലെടുത്ത് തന്നെ ചർച്ച് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങൾ. അതേസമയം പെട്ടെന്ന് ഒരു പ്രകൃതിക്ഷോഭം വന്നിട്ട് നമ്മളൊരു ഷെൽട്ടറിലെത്തുന്നു നോക്കുക, ചെറിയ സ്ഥലമേ ഉള്ളൂ, അവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, അവിടെ പൂജ നടക്കുന്നിടത്ത് തന്നെ നിസ്കാരവും നടക്കും, അവിടെ തന്നെ കുർബാനി നടക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യൻ വളരെ വലുതാണ്, വിശാല ഹൃദയം. എന്തുകൊണ്ടാ? സ്ഥലം ചെറുതാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ഭൂമി തന്നെ എത്ര ചെറുതാണ് എന്നുള്ളത്. ഈ ഭൂമി തന്നെ എത്ര ചെറുതാണ് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ മനസ്സുകൊണ്ട് എത്ര വലുതാകേണ്ടതുണ്ട് എന്ന ചിന്തയിലേക്ക് നമ്മൾ ഉണരുക. ഇതാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുപോലെ തന്നെ കാൾസാഗന്റെ പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തത്വം യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റി. വ്യത്യസ്ത വംശങ്ങളും ദേശങ്ങളും ഗോത്രങ്ങളും മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയായിട്ട് വേർപിരിഞ്ഞിരിക്കുന്ന മനുഷ്യരെല്ലാവരും ഈ ഒരൊറ്റ ബിന്ദുവിൽ ജീവിക്കുന്നവരാണ്. ഈ ഒരൊറ്റ ബിന്ദുവിൽ, സൗരയൂഥത്തെ മൊത്തത്തിലെടുത്താൽ ഒരൊറ്റ ബിന്ദുവിൽ ജീവിക്കുന്നവരാണ്. ആ ഒരൊറ്റ ബിന്ദുവിൽ അവർക്ക് നിലകൊള്ളണമെങ്കിൽ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഉലക്കമേൽ കിടക്കാൻ സാധിക്കുന്നത് ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവർ ഒരുമിച്ച് നിന്നേ മതിയാവുകയുള്ളൂ. കാൾസാഗൻ പറയുന്നത് എർത്ത് ഇസ് അവർ ഷെയർഡ് ഹോം. നമ്മളെല്ലാവരും പങ്കിട്ടെടുക്കുന്ന നമ്മുടെ ഭവനമാണ് യഥാർത്ഥത്തിൽ ഭൂമി. ആൻഡ് വി ആർ ആൾ പാസഞ്ചേഴ്സ് ഓൺ ദ സെയിം സ്പേസ് ഷിപ്പ്. ഒരേ സ്പേസ് ഷിപ്പിൽ ഒഴുകുന്ന യാത്രക്കാർ മാത്രമാണ് നമ്മൾ. കേവലം ഒരേ സ്പേസ് ഷിപ്പിൽ ഒഴുകുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ മാത്രമാണ് നമ്മൾ. അപ്പൊ പരസ്പരം സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിനിടയിൽ അതിന് വിഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള വികാരങ്ങളൊന്നും തന്നെ നമ്മളെ പിടികൂടാതിരിക്കുക. വിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് പറയുക, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ സക്കരിൻ വ ഉൻസ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില. നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചിട്ടുണ്ട്. പടച്ചോൻ തന്നെ തിരിച്ചതാണ്.
അഥവാ മനുഷ്യൻ അങ്ങനെയാണ് ലോകത്ത് വ്യാപിച്ചത്, വ്യത്യസ്ത ഗോത്രങ്ങളും വംശങ്ങളും വർഗ്ഗങ്ങളും ഒക്കെ ആയിട്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് എന്തിനാണ് അങ്ങനെ ചെയ്തത്? ലിതആറഫു, പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം അറിയുക, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം സംവദിക്കുക, പരസ്പരം ആദരിക്കുക, പരസ്പരം ഇടപെടുക. ഇത്രയും സംഗതികൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും അർത്ഥങ്ങളുള്ള പ്രയോഗമാണ് ലിതആറഫു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സുകളെ വിശാലമാക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും വിശാലതയോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ. ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മേനി നടിക്കരുത്. ഈ ഗോത്രത്തിന്റെയും വർഗത്തിന്റെയും പേരിലൊന്നും മേനി നടിക്കരുത്. അങ്ങനെയൊന്നും നിങ്ങൾക്കില്ല, അവകാശപ്പെടാനൊന്നുമില്ല. ആരാണ് ചരിത്രം സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ വെള്ളക്കാരൻ പറയുന്ന ഞങ്ങളാണ് സൃഷ്ടിച്ചത്. ശരിയാണോ അത്? ഏതൊക്കെ പാരമ്പര്യങ്ങൾ തകർത്തിട്ടാണ് അവൻ അവന്റേതായിട്ടുള്ള കൊളോണിയൽ താൽപര്യങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. മാത്രവുമല്ല, വെള്ളക്കാരന് തന്നെയും ഒരു പാരമ്പര്യം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചത് മറ്റ് പല വൈജ്ഞാനിക സ്രോതസ്സുകളിൽ നിന്നും കാര്യങ്ങളെ കടമെടുത്തിട്ടാണ്, ഉൾക്കൊണ്ടിട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് വെള്ളക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും ശരിയാണ്. ആർക്കും ഒരു വിഭാഗത്തിൽ നിന്നും ഒരു വിഭാഗത്തിന് വേറിട്ട് നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. ആ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരും സഹോദരങ്ങളുമാണ്. എല്ലാ മനുഷ്യരും ഒരൊറ്റ പിറവി എന്ന് ഖുർആൻ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. മിൻ നഫ്സിൻ വാഹിദ, മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മരൂപത്തിൽ നിന്ന് ഒരൊറ്റ പിറവി എന്ന് പടച്ചതമ്പുരാൻ പറയുന്നതും അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തത്വം. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാൾസാഗന്റെ പുസ്തകത്തിലേക്ക് പോയാൽ അതിൽ പറയുന്ന മറ്റൊരാശയം റെസ്പോൺസിബിലിറ്റി ഫോർ ദ പ്ലാനറ്റ്. ഈ പ്ലാനറ്റിനോട് നമുക്കുള്ള ഉത്തരവാദിത്തം, അതായത് നമ്മൾ നിലകൊള്ളുന്ന ഈ ഇളനീല ബിന്ദു ഉണ്ടല്ലോ, അത് അവിടെ തന്നെ നിലനിൽക്കണമല്ലോ. അത് വളരെ ചെറുതാണ്, നിസ്സാരമാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും അതിന്റെ മേൽ, അതിൽ നിലകൊള്ളുകയാണ് നമ്മുടെ അസ്തിത്വം തന്നെ. അതിന്റെ മേലെയാണ് നമ്മൾ വേരുപിടിപ്പിച്ചിരിക്കുന്നത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. അതുകൊണ്ട് ഇതിനെ അതാക്കി തന്നെ നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായും ഈ പ്ലാനറ്റിന്റെ സംരക്ഷണം, പാരിസ്ഥിതികമായിട്ടുള്ള വിചാരം പോലും പ്രസക്തമായി തീരുന്നത് അവിടെയാണ് എന്ന് തിരിച്ചറിയണം. നമുക്ക് ഈ മണ്ണ് സ്വതന്ത്രമായി വിഹരിക്കാൻ വേണ്ടി പടച്ചതമ്പുരാനങ്ങ് തരികയല്ല ചെയ്തത്, ഈ മണ്ണിനോട് ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ഹുവ അൻശഅകും മിനൽ അർള് വസ്തഅമറകും ഫീഹാ. ഹുവ അൻശഅകും മിനൽ അർള്, അവനാണ് മണ്ണിൽ നിന്ന് നിങ്ങളെ രൂപപ്പെടുത്തിയത്. വസ്തഅമറകും ഫീഹാ, ആ മണ്ണിന്റെ പരിപാലനം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട്. ഇസ്തഅമറകും ഫീഹാ എന്നുള്ളതിന് അവിടെ പാർപ്പിച്ചു എന്ന് സാധാരണ അർത്ഥം പറയാറുണ്ട്. പലപ്പോഴും മലയാള പരിഭാഷകളിലൊക്കെ കാണാറുള്ള അർത്ഥം അതാണ്. ഇസ്തഅമറകും ഫീഹാ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അതിന്റെ പരിപാലനം, അതങ്ങനെ തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചു. നമ്മളെ അത് ഏൽപ്പിച്ചത് കൊണ്ടാണ് മണ്ണിലുണ്ടാകുന്ന കുഴപ്പങ്ങൾക്കും നമ്മൾ ഉത്തരവാദികളായത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അവിടെ ഒന്നും ഒരു തരത്തിലുള്ള വിധി സിദ്ധാന്തവും പ്രവർത്തിക്കുന്നില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. പടച്ചതമ്പുരാൻ നമ്മളെ തന്നെ കുറ്റം പറയുന്നത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അതിനപ്പുറം വേറൊരു വിധി സിദ്ധാന്തമൊന്നും പടച്ചതമ്പുരാൻ മുന്നോട്ട് വെക്കുന്നില്ല. നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളാണ്. അതിന്റെ കുഴപ്പങ്ങൾ ഉണ്ടാകും. കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പറയുന്ന ഇസ്തഅമറകും ഫീഹാ, നിങ്ങളെ പരിപാലനം ഏൽപ്പിച്ചിരിക്കുന്നു മണ്ണിന്റെ എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ, ജീവജാലങ്ങളുടെയും പ്രപഞ്ചത്തിലെ അജൈവ ഘടകങ്ങളുടെ പോലും പാരസ്പര്യം, അതിന്റെ പരസ്പര ബന്ധം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ ഘടനയിലും രാപ്പകലുകളുടെ നൈരന്തര്യത്തിലും ദിഷണയുള്ളവർക്ക്, ബോധമുള്ളവർക്ക്, ചിന്തയുള്ളവർക്ക് അടയാളങ്ങളുണ്ട്. അവരാണല്ലോ യഥാർത്ഥ മുഅ്മിനുകൾ. ദിഷണയുള്ളവർ, ഉലുൽ അൽബാബ്. പടച്ചതമ്പുരാൻ പലപ്പോഴും പല ഘട്ടങ്ങളിലും സംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്. യാ ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ് നമ്മളെ വിളിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബുദ്ധിയും ശക്തിയും ഒന്നും ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ആ വിളി പടച്ചതമ്പുരാൻ നമ്മൾ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഉലുൽ അൽബാബ്, ദിഷണയുള്ള ആളുകളെ നിങ്ങൾ കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് ധിഷണയുള്ള, ചിന്തയുള്ള ആളുകൾക്ക് മനസ്സിലാകും. അവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ആകാശഭൂമികളുടെ ഘടനയിൽ, സൃഷ്ടിപ്പിൽ, അതോടൊപ്പം രാപ്പകലുകളുടെ നൈരന്തര്യത്തിലും ഒക്കെയും. എന്നിട്ടോ ആ പാഠം മനസ്സിലാക്കിയതിനു ശേഷം, ആ ആയാത്ത് ഗ്രഹിച്ചതിന് ശേഷം അവരുടെ നിലപാടെന്താണ്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. പടച്ച തമ്പുരാനെ, ഒന്നിനെയും നീ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. ഒന്നിനെയും
ഒന്നിനെയും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന നിലക്ക് മഹത്തരമാണ്. ഖുർആന്റെ നിലപാട് അതാണ്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ ലക്കും ബഊദതൻ ഫമാ ഫൗഖഹ. ഒരു ഈച്ചയെ ആകട്ടെ, അല്ലെങ്കിൽ അതിനേക്കാളും താഴ്ന്നതിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഉദാഹരണമാക്കുന്നതിൽ, ഉപമയാക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നില്ല. കാരണം എന്താ? എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എല്ലാത്തിനും അതിന്റേതായ മഹത്വമുണ്ട്, പവിത്രതയുണ്ട്. മൊത്തം സൃഷ്ടി സമഗ്രത എടുത്തു നോക്കുമ്പോൾ ഓരോന്നിനും അതിന്റേതായ റോളും. അതുകൊണ്ട് തന്നെ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഒന്നിനെയും പടച്ച തമ്പുരാനെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ഈ രണ്ട് ഒരൊറ്റായത്തിൽ വരുന്ന ഈ രണ്ട് പ്രസ്താവനയും തമ്മിൽ എന്താ ബന്ധം? പടച്ചോനെ നീ ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറയുന്നു, എന്നിട്ട് ഉടനെ പറയുന്നു പടച്ചോനെ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അതിന്റേതായ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അതിന് ബാധ്യസ്ഥനാണ്. എന്നാൽ എനിക്ക് വീഴ്ച വന്നേക്കാം. ആ വീഴ്ച വന്നു കഴിഞ്ഞാൽ പടച്ചോനെ അതിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ, അല്ലെങ്കിൽ വീഴ്ച വരാതെ കാത്തുരക്ഷിക്കണമേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വകതിരിവും അറിവുമുള്ളവർക്ക് മനസ്സിലാകും നമ്മളിവിടെ വെറുതെ നിലകൊള്ളേണ്ടവരല്ല, മറിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ആ പ്രവർത്തനം ഈ ലോകത്തെയും അതിലെ ജീവിതത്തെയും സംരക്ഷിക്കുവാനും സംസ്കരിക്കുവാനും വേണ്ടിയുള്ളതായിരിക്കണം എന്നാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. അതാണ് വലിയൊരു പാഠം എന്ന് മനസ്സിലാക്കണം. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പാരിസ്ഥിതിക ദർശനം. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പാരിസ്ഥിതിക ദർശനം. ഈ ലോകമെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയവർ ഇതിനെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിവിടെ അസ്തിത്വം ഉണ്ടായതെങ്കിൽ വരുന്നവർക്ക് വേണ്ടി അത് സംരക്ഷിക്കുവാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ള ചിന്ത. ഈ ഒരു അവബോധം നഷ്ടപ്പെട്ടതുകൊണ്ടുണ്ടായ കുഴപ്പങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നേരത്തെ പറയുന്ന യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഗതി കൈമോശം വന്നുപോയി. വംശീയത വന്നു, ലോകത്ത് യുദ്ധങ്ങൾ വന്നു. അത് കൈമോശം വന്നപ്പോഴാണ് ലോകത്ത് യുദ്ധങ്ങൾ വന്നത്, ആക്രമണങ്ങൾ വന്നത്, എത്നിക് ക്ലൻസിംഗ്, വംശീയോന്മൂലനം പോലുള്ള സംഗതികൾ വന്നത്. ഇവിടെ പറയുന്നത് നമ്മുടെ ഗ്രഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം അത് മറക്കുമ്പോഴാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വരുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത്, ഗ്ലോബൽ വാർമിംഗ് വരുന്നത്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതൊക്കെ വെറുതെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതൊന്നും വെറുതെയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തുലിതമായ മിതമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. സന്തുലിതമായ മിതമായ നിലപാട് സ്വീകരിക്കുക, ചുറ്റുമുള്ള സകലത്തിനെയും സ്നേഹിക്കുകയും അതിനെയൊക്കെ പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു തത്വവും യഥാർത്ഥത്തിൽ കാൾ സാഗൻ പറയുന്നുണ്ട്. അത് എക്സ്പ്ലോറേഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. നമുക്കുണ്ടാകുന്ന ഉദ്വേഗം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു പര്യവേഷണം, അന്വേഷണം. ആ അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകുവാനാണല്ലോ പടച്ച തമ്പുരാനും നമ്മളോട് ആവശ്യപ്പെടുന്നത്. മനുഷ്യൻ വിശ്വത്തോളം വലുതാകുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുമ്പോഴാണ്, അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോഴാണ്. പക്ഷേ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ശരിയായി തിരിച്ചറിഞ്ഞ് ഭയപ്പെടാൻ, അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞു സൂക്ഷിക്കുവാൻ ആർക്കാണ് സാധിക്കുക? മിൻ ഇബാദിഹിൽ ഉലമാ, അവന്റെ അടിയാറുകളിൽ അറിവുള്ളവർക്ക് മാത്രമാണ്. അവന്റെ അടിയാറുകളിൽ അറിവുള്ളവർക്ക്. ആ ഒരു അന്വേഷണ ബുദ്ധി എപ്പോഴും ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, എപ്പോഴും പ്രവാചകൻ പറയുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഈ തത്വങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ പെയിൽ ബ്ലൂ ഡോട്ട്, വെറും ഒരു ഇളം നീല ബിന്ദുവായിട്ടുള്ള ഈ ഭൂമിയിലുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യാശത ഗ്രന്ഥകാരൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷ, ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയാം, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ. പടച്ച തമ്പുരാൻ നമ്മളോട് എന്താണ് പറയുന്നത്? വ്യക്തിപരമായിട്ട് പറയുന്നത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അല്ലയോ തന്റെ നഫ്സിനോട് അങ്ങേയറ്റം അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യ, അവരോട് വിളിച്ചിട്ട് പറയാണ്, ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചൊല്ലി നിങ്ങൾ നിരാശരാവരുത്. നിങ്ങൾക്ക് എപ്പോഴും അവസരമുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എങ്ങനെ വഴികേടിലായി പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഖുർആന്റെ നിലപാട്. അത് വ്യക്തിപരമായിട്ട് വെക്കുന്ന പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ട് പടച്ച തമ്പുരാൻ വെക്കുന്ന ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും അന്തിമമായ വിജയം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അത് മുത്തഖികൾക്കുള്ളതായിരിക്കും. അന്തിമമായ വിജയം മുത്തഖികൾക്കുള്ളതായിരിക്കും. ഒരവകാശത്തിന് മേൽ മറ്റൊരു അവകാശം സ്ഥാപിക്കുകയല്ല. അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സമൂഹത്തെ ഫറോവ അടിച്ചമർത്തിയപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ, ഇസ്രായേൽ സമൂഹത്തെ എന്നല്ല
അടിച്ചമർത്തപ്പെടുന്നവരെ വളർത്തിക്കൊണ്ടുവരാൻ, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ലനജഅലഹും അഇമ്മത്തൻ വലനജഅലഹുമുൽ വാരിസീൻ എന്നാണ് ഖുർആൻ പറയുന്നത്. അവരെ അഇമ്മത്തും വാരിസുകളുമാക്കാം എന്നല്ലാതെ ഫിർഔനെ പോലെ അവർക്ക് അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു അധികാര വ്യവസ്ഥ അവരുടെ കീഴിൽ സ്ഥാപിക്കാമെന്നല്ല, മറിച്ച് അവരെ ഈ ഭൂമിയിൽ അവകാശികളാക്കാം. അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. അതോടൊപ്പം തന്നെ അഇമ്മ എന്ന് പറഞ്ഞാൽ അവരെ മുന്നിൽ നടക്കുന്നവരാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ അവമതിക്കപ്പെട്ടവരെ, അടിച്ചമർത്തപ്പെട്ടവരെ ഈ ധാർമ്മികതയുടെ ജീവിതത്തിന്റെ ഒരു അടയാളമായിട്ട് മുന്നിൽ നടക്കുന്നവരാക്കിയും മാറ്റും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോഴങ്ങനെ വ്യക്തിപരമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇത് സൂചിപ്പിച്ചത് നമ്മൾ റമദാൻ മാസം കഴിഞ്ഞു. റമദാനിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഖുർആൻ മനുഷ്യരെ സംബോധന ചെയ്യുന്ന, മനുഷ്യരുടെ റബ്ബ് അവതരിപ്പിച്ചിട്ടുള്ള, മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സമുദായത്തിന്റെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വത്ത് എന്ന നിലക്കല്ലല്ലോ ഖുർആനെ സമീപിക്കുന്നത്, മറിച്ച് മുഴുവൻ മനുഷ്യർക്കുമുള്ള ഹിദായത്ത്, ആ ഒരു സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് ഖുർആനെ സമീപിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു വിശാലതയുണ്ട്. ആ വിശാലതയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക, സകല മനുഷ്യരെയും കൊണ്ടുവരിക, എല്ലാ ഭേദങ്ങൾക്കും അപ്പുറം എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു മനസ്സിലാക്കലിലൂടെ അതോടൊപ്പം തന്നെ നോമ്പ് നോറ്റ് നമ്മൾ നേടിയിട്ടുള്ള തഖ്വ, വിശുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലൂടെ പ്രകടമാകേണ്ടതായിട്ടുള്ള, അത്തരം ഇടപാടുകളിൽ പ്രതിഫലിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവുക. അത്തരം തിരിച്ചറിവുകളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.